മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കാതെ പോയതിന്റെ പേരിൽ അതാ ആളുകൾ എന്ത് ചെയ്യുന്നു? അവർക്ക് എന്തേ വേണ്ടു? അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ അവർ മറ്റുള്ളവരോടും ചോദിക്കാൻ തുടങ്ങി. അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ എല്ലാവരോടും ചോദിക്കാൻ തുടങ്ങി. അവിടെ മതം നോക്കിയില്ല, ജാതി നോക്കിയില്ല, എല്ലാവരോടും ചോദിക്കാം. പക്ഷേ മുസ്ലിമേ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ ഒന്നേയുള്ളൂ. എന്റെ ശ്രോതാക്കൾ ശ്രദ്ധിച്ചോ, ആരായിരുന്നാലും ലോകത്ത് എത്ര വലിയ നേതാവാകട്ടെ, എത്ര വലിയ മഹാനാവട്ടെ, നമുക്ക് ദുആയിരക്കാൻ ഒരൊറ്റ ശക്തി മാത്രമേയുള്ളൂ. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ മാത്രാണ്. അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ. അള്ളാഹ്ക്കല്ലാതെ എല്ലാം കാണാൻ കഴിയൂല, അള്ളാഹ്ക്കല്ലാതെ എല്ലാം കേൾക്കാൻ കഴിയൂല, അള്ളാഹ്ക്കല്ലാതെ എല്ലാം അറിയാൻ കഴിവില്ല, അള്ളാഹുവിനല്ലാതെ എല്ലാവരെയും സഹായിക്കാനാവില്ല. റബ്ബ് മാത്രമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നവൻ. ഈ ലോകത്ത് അങ്ങനെ മറ്റു വല്ലവരുമുണ്ടോ? എല്ലാവരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹ്. എല്ലാവരെയും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവൻ അല്ലാഹയാണ്. എല്ലാവരെയും എപ്പോഴും അറിയുന്നവൻ അല്ലാഹയാണ്. അതാ തളിപ്പറമ്പിൽ വെച്ചൊരു സഹോദരൻ, ഒരു സഹോദരി യാ അല്ലാഹ് അല്ലാഹ് അങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ അതാ എത്രായിരം ആളുകൾ വിളിച്ചാലും അവരൊക്കെ എന്താവശ്യത്തിനാ വിളിച്ചതെന്നും എന്തൊക്കെയാണ് അവർക്ക് വേണ്ടതെന്നും അള്ളാഹ്ക്ക് വേറെ വേറെ തന്നെ അറിയില്ലേ? ആ ശബ്ദം റബ്ബ് കേൾക്കൂലേ? ആ വിളിക്കുന്നവനെ അള്ളാഹ് കാണൂലേ? അയാളുടെ മനസ്സ് പോലും അള്ളാഹ്ക്ക് അറിയില്ലേ? ഇങ്ങനെയൊക്കെ അറിയുന്നവൻ അല്ലാഹ് അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നമ്മുടെ മുത്ത് നേതാവ്? ആ നേതാവിനെ പോലെ ഒരു നേതാവ് ലോകത്ത് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഉമ്മ നബി തങ്ങളെപ്പോലെ സുന്ദരനായ ശ്രേഷ്ഠവാനായ ഒരു കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്, ലോകം കണ്ട ഏറ്റവും മഹാനായ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ ഏറ്റവും പവറുള്ള, ഏറ്റവും മഹത്വമുള്ള സൃഷ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും എല്ലാവരെയും കാണാൻ കഴിയുമോ? നബി തങ്ങൾക്ക് പോലും എല്ലാവരെയും കേൾക്കാൻ കഴിയുമോ? നബി തങ്ങൾക്ക് പോലും എല്ലാവരുടെയും മനസ്സ് വായിക്കാൻ അറിയുമോ? നബി തങ്ങൾ ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ടോ? നബി തങ്ങൾ നമ്മളിപ്പോൾ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നബി തങ്ങൾ നമ്മളെ ഇപ്പോൾ കാണുന്നുണ്ടോ? നബി തങ്ങൾ നമ്മുടെ മനസ്സുകൾ അറിയുന്നുണ്ടോ? നബി തങ്ങൾ നമ്മുടെ വേദന അറിയുന്നുണ്ടോ? നബി തങ്ങൾ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ടോ? ചിന്തിക്കൂ മുസ്ലിമേ, ചിന്തിക്കൂ മുസ്ലിമത്തേ. അല്ലാഹയല്ലേ അങ്ങനെയുള്ളവൻ? നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവൻ അല്ലാഹയല്ലേ? ഈ തളിപ്പറമ്പിൽ ഈ ഉള്ളവൻ പ്രസംഗിക്കുന്നു, നിങ്ങളെല്ലാം ഇത് ശ്രദ്ധിക്കുന്നു. ഇത് അല്ലാഹ് നമ്മെ കാണുന്നുണ്ട്, അല്ലാഹ് നമ്മെ കേൾക്കുന്നുണ്ട്, അല്ലാഹ് എന്റെയും നിങ്ങളുടെയും മുഴുവൻ മനസ്സറിയുന്നുണ്ട്. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്, അവനെല്ലാം കാണുന്നു, കേൾക്കുന്നു. അവൻ നമ്മെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അതാ റബ്ബിന്റെ നോട്ടത്തിൽ നിന്ന്, റബ്ബിന്റെ കേൾവിയിൽ നിന്ന്, റബ്ബിന്റെ കാഴ്ചയിൽ നിന്ന്, റബ്ബിന്റെ അറിവിൽ നിന്ന് ആർക്കും ഒളിച്ചോടാനാവില്ലല്ലോ. നമ്മുടെ മനസ്സ് മുഴുവനും നമ്മൾ വിചാരിക്കുന്നതിന്റെ മുമ്പേ അറിയുന്ന നാഥൻ റബ്ബല്ലയോ? എന്തിനാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവർ ആലോചിക്കാനാ ചോദിക്കുന്നത്. ഇതുപോലെ നമ്മെ അല്ലാഹുവിന്റെ റസൂൽ ഇപ്പോൾ കാണുന്നുണ്ടോ? നബി തങ്ങൾ നമ്മെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണോ? നബി തങ്ങൾ നമ്മുടെ ഈ വാക്കുകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണോ? നബി തങ്ങൾ നമ്മുടെ ഏത് വിളിക്കും ഉത്തരം ചെയ്തുകൊണ്ട് സമീപസ്ഥനാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല കേട്ടോ. അതേ അവസരത്തിൽ ഇസ്ലാമിന്റെ പേരിൽ എഴുതിവിട്ടിട്ടുള്ള ഈ പുസ്തകം, ഈ പുസ്തകത്തിന്റെ പേര് കണ്ടോ? ഔദാര്യത്തിന്റെ ആരാമം എന്നാണ്. ഔദാര്യത്തിന്റെ ആരാമം എന്ന് പറയുന്ന ഈ പുസ്തകം, ഈ പുസ്തകത്തിൽ അതാ എന്താണ് എഴുതിവിട്ടിട്ടുള്ളത്? ഈ പുസ്തകത്തിൽ
വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നു. എന്ത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അതിന്റെ 124-ാമത്തെ പേജിൽ കാണാം. ഈ പുസ്തകത്തിന്റെ 124-ാമത്തെ പേജിൽ, ഇതിലെ 124-ാമത്തെ ഈ 124-ാമത്തെ പേജിൽ വളരെ കൃത്യമായി ഒരു കാര്യം രേഖപ്പെടുത്തുന്നു. എന്താ അതിൽ പറയുന്നതെന്നറിയോ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട്, മഹാനായ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, മേം ദൂർ തും തോ ഹോ മേരെ പാസ് സുൻ ലോ മേരി പുകാർ ആഖാ. ഉറുദുവിലുള്ള കവിതയാണ്. നബി തങ്ങളെ വിളിച്ചിട്ടെന്താ പറയുന്നത്? മേം ദൂർ തും തോ ഹോ മേരെ പാസ് സുൻ ലോ മേരി പുകാർ ആഖാ. ഞാൻ വിദൂരതയിലാണെങ്കിലും അങ്ങ് എൻ്റെ സമീപമാണല്ലോ, എൻ്റെ വിലാപമൊന്ന് കേൾക്കണേ നേതാവേ. നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഞാൻ ദൂരത്താണെങ്കിലും അങ്ങ് എൻ്റെ അടുത്തുണ്ടല്ലോ നബിയേ, എൻ്റെ സങ്കടമൊന്ന് കേൾക്കണേ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് തേടുന്നു. ഇനി കേട്ടോ, ഈ ഉറുദു കവിതയ്ക്ക് പരിഭാഷയും അർത്ഥവും കൊടുത്ത പുസ്തകമാണിത്. ഈ പുസ്തകത്തിലതാ ഒരു ഏപ്പിക്കാരൻ മുസ്ലിയാർ കൊടുക്കുന്ന വിവരണം കേട്ടോളൂ. എന്താണ് കേൾക്കേണ്ടത്? ശരിക്ക് ശ്രദ്ധിച്ചോളണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മുസൽമാന്റെയും കൂടെ തന്നെയുണ്ട്. തങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യക്തമായി കാണുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാന്റെ റസൂല് വ്യക്തമായി കാണുകയാണ്, അറിയുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഓരോ കാര്യവും നടന്ന സംഗതികളും കാണുകയും അറിയുകയും ചെയ്യുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അനുയായികളും ഉമ്മത്തിൽപ്പെട്ടവരായ എല്ലാ ആളുകളുടെയും കൂടെ തന്നെയുണ്ട്. എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, വളരെ സമീപത്തുണ്ട് എന്നും പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ചുകൊണ്ട് അതാ സങ്കടം പറയുന്നു. നബി തങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിക്കുമ്പോ എന്താണ് വിശ്വസിക്കുന്നത്? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണുന്നുണ്ട്. അല്ലാ യാ റസൂലല്ലാഹി യാ റഹ്മതൻ ലനാ ഫസുബ്ബ അലൈനാ റഹ്മതൻ മിൻക ഹാമിദു. അല്ലാ യാ റസൂലല്ലാഹി അഷ്കൂക ഗഫലതി فهب لي قلبا ذاكرا لا تمردوا. ألا يا رسول الله نور سريرتي وجسمي وروحي أنت نور توقد. നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഓ നേതാവായ നബിയേ, അങ്ങയോട് ഞാൻ സങ്കടം പറയുന്നു. എനിക്ക് റബ്ബിനെ ഓർക്കുന്ന ഒരു ഹൃദയം തരണേ, എൻ്റെ ഹൃദയത്തിൽ പ്രകാശം തരണേ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തേടുന്നു. എൻ്റെ മുസ്ലിമീങ്ങൾ ശ്രദ്ധിച്ചോ, അള്ളാന്റെ റസൂലിനെ വിളിച്ച് തേടിക്കൊള്ളാൻ എവിടെയാണ് പറഞ്ഞത്? സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം അതാ അവർ നബി തങ്ങളോടായിരുന്നുവോ പ്രാർത്ഥിച്ചിരുന്നത്? സഹാബ ഉമ്മമാര് നബി തങ്ങളോടായിരുന്നുവോ പ്രാർത്ഥിച്ചിരുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാൻ അല്ല പോരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അത് തന്നെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മഴയ്ക്ക് വേണ്ടി അള്ളാനോടല്ലേ പ്രാർത്ഥിച്ചത്? രോഗമുണ്ടായപ്പോൾ അള്ളാനോടല്ലേ പ്രാർത്ഥിച്ചത്? റബ്ബിനോടല്ലാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? എന്നാൽ ഇതാ ചിലർ എഴുതി വിടുന്നത് എന്താണ്? ഇതാ ഈ കാണുന്ന മാസികയിൽ നിങ്ങൾക്ക് കേൾക്കാം.
പച്ച മലയാളത്തിലാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഇതിനോട് യോജിക്കാൻ എൻ്റെ ഉമ്മമാരെ നിങ്ങൾക്ക് പാടുണ്ടോ? നിങ്ങൾക്ക് സാധ്യമാണോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എന്താണൊരു മുസ്ലിയാർ എഴുതുന്നത്? ഇതേ മുസ്ലിയാർ തന്നെ എഴുതുന്നു, നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. എന്താ പറഞ്ഞത്? നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ലാതെ ചോദിക്കാൻ അർഹതയില്ല. അല്ലാഹുവിനോട് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ അധികാരമുള്ളൂ. നിങ്ങൾ കേട്ടോ മുസ്ലിമേ, നമുക്ക് അല്ലാഹുവിനോട് ചോദിക്കാൻ അധികാരമില്ല പോലും. നമ്മൾ ആരോട് മാത്രമേ ചോദിക്കാവൂ? നബി തങ്ങളോടെ ചോദിക്കാവൂ. അല്ലാഹുവിനോട് ചോദിക്കാൻ അധികാരമുള്ള ഒരാൾ പോലും മാത്രമേ ലോകത്തുള്ളൂ. അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് പോലും. നമുക്കൊന്നും അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റൂല എന്ന് പച്ച മലയാളത്തിൽ എഴുതി വിട്ടെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇനി എന്തിനാ നിസ്കരിക്കുന്നത്? ഇനി എന്തിനാ സുന്നത്ത് നിസ്കരിക്കുന്നത്? ഇനി എന്തിനാ ഫർദ് നിസ്കരിക്കുന്നത്? ഓ മുസ്ലിമേ, നിസ്കാരത്തിൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു എന്നിങ്ങനെ അല്ലാഹുവോടല്ലേ ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുവോടല്ലേ ചോദിക്കുന്നത്. രണ്ട് സുജൂദുകൾക്കിടയിൽ റബ്ബി ഗ്ഫിർലി, അതല്ലെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, ആരോടാണ് ചോദിക്കുന്നത്? അല്ലാഹുവിനോടല്ലേ. ഈ മാസികയിൽ എഴുതിവിട്ട മുസ്ലിയാർ പറയുന്നത് അല്ലാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. അല്ലാഹുവിനോട് ചോദിക്കാൻ അധികാരമുള്ള ഒരാളെ ഉള്ളു പോലും, അത് നബി തങ്ങൾ മാത്രമാണ്. നമ്മളൊക്കെ ആരോടാണ് ചോദിക്കേണ്ടത്? നബിയോടാണ് ചോദിക്കേണ്ടത് എന്ന് എഴുതിവിട്ടവൻ മുസ്ലിമാണോ? ഇസ്ലാമിക മെമ്പറാകാൻ യോഗ്യനാണോ? ഇതാരെയും ചീത്ത പറയാനല്ല, ഇതാരെയും അപമാനിക്കാനല്ല. ബുദ്ധിയുള്ളവർ ഈ ശബ്ദം ശ്രവിക്കുന്നില്ലേ? ഇത് മുസ്ലിമേ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമാണോ? അതാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ അല്ലാഹുവിൽ തവക്കുലാക്കിയിട്ടല്ലേ ഇറങ്ങുന്നത്. വാഹനത്തിൽ കയറുമ്പോ റബ്ബിനോടല്ലേ യാത്രാവേളയിൽ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവേ, എന്റെ യാത്ര നീ എളുപ്പമാക്കണേ അല്ലാ. രോഗമുണ്ടാകുമ്പോ നമ്മൾ അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി, റബ്ബിനോടല്ലേ തേടുന്നത്. ഏതെല്ലാം ഘട്ടങ്ങളിൽ, അതാ രാവിലെ എഴുന്നേൽക്കുന്ന നേരം മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന്റെ മുമ്പായി എത്രയോ ദിക്റുകൾ ചൊല്ലാനില്ലേ, എത്രയോ ദുആ ഇരക്കാനില്ലേ. റബ്ബിനോടല്ലാത്ത ഒരു പ്രാർത്ഥന അതിലുണ്ടോ? മുസ്ലിമേ, നന്നായി ചിന്തിച്ചോളണം. ചിലർക്കൊക്കെ സംശയം, എന്താ മുജാഹിദും സമസ്തക്കാരും തമ്മിലുള്ള വ്യത്യാസം? എന്തിനാണ് ഈ ജമാഅത്തും മുജാഹിദും ഒക്കെ വേറെ വേറെ? ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇത് ലോകത്തോട് പറയാൻ മുജാഹിദുകളല്ലാതെ ആരാ ഉള്ളത്? അല്ലാഹുവിനോട് നമുക്ക് ചോദിക്കാൻ അധികാരമില്ല പോലും. നമുക്ക് നബിയോട് മാത്രമേ ചോദിക്കാൻ അധികാരമുള്ളൂ. അല്ലാഹുവിനോട് ചോദിക്കാൻ അധികാരമുള്ളത് നബി തങ്ങൾക്ക് മാത്രമാണ് പോലും. പ്രിയപ്പെട്ട മുസ്ലിമേ, ഇതെന്ത് ഇസ്ലാമാണ്? ഇതെന്ത് സുന്നത്ത് ജമാഅത്താണ്? ഇവർക്കെന്ത് സ്നേഹമാണ് ഇസ്ലാമിനോട്? എന്നിട്ട് ഇവരാണോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ഇവർ ഔലിയാക്കന്മാരെ ബഹുമാനമില്ലാത്ത കമ്പനിയാണ്. മുജാഹിദിന്റെ വാളിന് കേട്ടുപോകരുത്, തളിപ്പറമ്പിൽ വന്നു പോകരുത്, അവരുടെ പ്രസംഗം കേട്ടുപോകരുത്, പള്ളിയിൽ ഖുതുബക്ക് കേട്ടുപോകരുത്. അതാ പെണ്ണുങ്ങളോടും പ്രത്യേകം പറയുന്നു, സീഡി കേട്ടുപോകരുതെന്ന് പറയുന്നു, നോട്ടീസ് ഇറക്കുന്നു, വാറോലകൾ ഇറക്കുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ മറുപടി വെക്കുന്നുണ്ടെന്ന്. മറുപടി പറയണം. നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയണം. മറുപടി എന്ന് പറഞ്ഞിട്ട് മറുപടിയായാൽ പോരാ, മറുപടി ആയിക്കോളണം. ഇത് ഇസ്ലാമാണോ? ഞങ്ങൾ ഔലിയാക്കന്മാരെ തള്ളുന്നവരാണല്ലേ? എന്ത് ഔലിയാക്കന്മാരാണോ നമ്മൾ തള്ളിയത്? ഇസ്ലാമിൽ ഔലിയാക്കന്മാർക്ക് ബഹുമാനമില്ലേ? അല്ലാഹു പറഞ്ഞതല്ലേ, ലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ.
മുത്തഖൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഔലിയാക്കൾ ലോകത്തുണ്ട്, എന്നുമുണ്ട്, ഇന്നുമുണ്ട്, അന്നുമുണ്ട്, എന്നുമുണ്ടാകും. അതിലാർക്കും തർക്കം വേണ്ട. പക്ഷേ ഔലിയ എന്ന് പറഞ്ഞാൽ ഔലിയയാവണം. ഔലിയ എന്ന് പറയുക കള്ളന്മാരുടെ സ്വഭാവം ചെയ്യുക, അള്ളാന്റെ ഔലിയാണ് എന്ന് പറയുക ശൈത്താന്റെ ഔലിയാക്കളെ പണിയെടുക്കുക, ഇത് മുജാഹിദുകൾ അംഗീകരിച്ച് തരില്ല. പടച്ച റബ്ബിന്റെ ഔലിയാക്കളാണോ, പടച്ച റബ്ബിന്റെ വലിയകളാണോ? അവര് വലിയകളാകണമെങ്കിൽ അള്ളാനെ പേടിച്ചു ജീവിക്കണം. അള്ളാനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ അള്ള നിർബന്ധമാക്കിയതൊക്കെ അവര് ചെയ്യും, അള്ള ഹറാമാക്കിയതൊന്നും അവര് ചെയ്യൂല. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതേ അവര് ചെയ്യൂ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് അവർ ചെയ്യൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ, നിങ്ങളൊന്ന് ചിന്തിച്ചോ. ഒട്ടേറെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, സാമ്പിളിനൊരു കാര്യം പറയട്ടെ. അതാ ഹാർമോണിയം വായിക്കുന്ന ഔലിയപ്പാപ്പാനെ കേട്ടിട്ടുണ്ടോ? ഹാർമോണിയം വായിക്കാൻ, ഓടക്കുഴൽ വായിക്കാ, പുല്ലാങ്കുഴലും കൊണ്ട് നടക്കുന്ന ഒരു ഔലിയ, ഔലിയയാണ് പോലും, തങ്ങളാണ് പോലും. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, എന്റെ കയ്യിൽ ഈ കാണുന്ന പുസ്തകം ഇതെന്താണ്? ഈ പുസ്തകത്തിൽ ഒരു ചിത്രം കാണുന്നില്ലേ? ഒരുത്തനതാ ഒരു പുല്ലാങ്കുഴലും കയ്യിൽ പിടിച്ച് നടക്കുന്നു. അതേ വ്യക്തി തന്നെ ഇതാ ഹാർമോണിയം വായിക്കുന്നു, ഹാർമോണിയം വായിക്കുന്നു. ആരാണ് ഇയാളെന്നറിയാമോ? കേട്ടോളൂ, ആരാണ്? മടവൂർ കോട്ടയിലെ തങ്ങള്, കാസർഗോഡ് മടവൂർ കോട്ടയിലെ യഹിയാ ബുഖാരി തങ്ങളാണ് പോലും. ആരാ ഇയാളുടെ ഉസ്താദ്? ഇയാളുടെ പണി എന്താ കണ്ടോ? ഹാർമോണിയം വായിക്കുകയാണ്. ഏതൊക്കെ രാഗത്തിൽ ഇയാൾ ഹാർമോണിയം വായിക്കും കേട്ടോളൂ. ഗുരുവിന്റെ വിരലുകൾ ഹാർമോണിയത്തിലെ കട്ടകളിൽ പതിയുമ്പോൾ മടവൂർ കോട്ട രാഗസാഗരമാവുന്നു. മടവൂർ കോട്ടയുടെ പ്രത്യേകത എന്താണ്? അവിടെ സംഗീതത്തിന്റെ മഴയാണ്. നോക്കണം നിങ്ങൾ, അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? മുസ്ലിമേ, ഹാർമോണിയം വായിക്കുന്നത് ഹറാമാണോ ഹലാലാണോ? വിവരമുള്ള മുസ്ലിമീങ്ങളല്ലേ ഈ ഇരിക്കുന്നത്? എന്റെ ഉമ്മമാരും ഉപ്പമാർക്കും അറിയില്ലേ? മദ്ദളമടിക്കൽ ഇസ്ലാമിലുണ്ടോ? ചെണ്ടമുട്ടൽ ഇസ്ലാമിലുണ്ടോ? കുഴൽ വിളി ഇസ്ലാമിലുണ്ടോ? ഓടക്കുഴൽ പുല്ലാങ്കുഴൽ വായന ഇസ്ലാമിലുണ്ടോ? ഹാർമോണിയം വീട്ടൽ ഇസ്ലാമിലുണ്ടോ? ബാൻഡടിക്കൽ ഇസ്ലാമിലുണ്ടോ? ഇത് ഇസ്ലാം അനുവദിച്ചതാണോ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മദ്യം പോലെ, വ്യഭിചാരം പോലെ അതാ പാടില്ലെന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതാണ് മ്യൂസിക്കിന്റെ ഉപകരണങ്ങളും അതുപയോഗിക്കലും. ഔലിയപ്പാപ്പയാണെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ റസൂല് വിരോധിച്ചത് പഠിക്കലാ മൂപ്പരുടെ പണി, അത് മീട്ടലാണ് മൂപ്പരുടെ പരിപാടി. എനിക്കേട്ടോ, ഗുരുവിന് എന്തൊക്കെ അറിയാം. ഇയാളുടെ ഒരു ശിഷ്യൻ പറയാണ്, ഈ തങ്ങളുടെ അടുക്കൽ പോയിട്ട് കാര്യമായിട്ട് ഈ മുരീദെന്താ പഠിച്ചത്? ഹാർമോണിയ വായനയാണ് പഠിച്ചത്. ഏതൊക്കെ രാഗമറിയാം? ഹാർമോണിയത്തിൽ മോഹനം, ഹിന്ദോളം, ആനന്ദ ഭൈരവി തുടങ്ങി ഒട്ടനവധി രാഗങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ ഞാൻ അറിയാതെ ശുദ്ധ സംഗീതത്തിന്റെ ആസ്വാദനത്തിൽ ലയിക്കുന്നു. ഞാൻ മടവൂർ കോട്ടയെ പറ്റി കഴിഞ്ഞ വർഷം ഒരു ഗാനമെഴുതുകയും മടവൂർ കോട്ടയിലെ ആത്മീയ പരിപാടിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. നോക്കണം നിങ്ങൾ, ഇയാൾ ആരാ? ചില്ലറക്കാരനല്ല. ഇയാൾ ആരാണ്? കേട്ടോളൂ. ഇന്ന് യഹിയാ തങ്ങളുടെ സവിധത്തിൽ എത്താത്തവര് ചുരുക്കമാണ്. ചിലരൊക്കെ ഇനി നാളെ വന്നിട്ട് പറയും, ഈ മൗലവി ഇവിടെ വന്നിട്ട് ഒരു ഹാർമോണിയ വീട്ടുന്ന ഔലിയനെ കാണിച്ചു, ഞങ്ങളും അയാളും തമ്മിൽ ബന്ധമില്ല, ഞങ്ങളുടെ പേൽ വെച്ച് കെട്ടണ്ട എന്നൊന്നും ഇനി പറയണ്ട. കേട്ടോ, ഇയാളുടെ സവിധത്തിൽ ആരൊക്കെയാണ് പോകാറുള്ളത്? ആരൊക്കെയാണ് ഈ തങ്ങളുടെ അനുഗ്രഹം തേടി എത്താറുള്ളത്? കേട്ടോളൂ. ഇന്ന് യഹിയാ തങ്ങളുടെ സവിധത്തിൽ എത്താത്തവർ ചുരുക്കം. മുസ്ലിം ആത്മീയ നേതാക്കളായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ പ്രമുഖർ യഹിയാ തങ്ങളുടെ ആധ്യാത്മിക കേന്ദ്രം സന്ദർശിച്ചവരിലുണ്ട്. ഈ മൂപ്പരുടെ ഉസ്താദാരാ? യഹിയാ തങ്ങളുടെ ഉസ്താദിനെ കേട്ടോ. എവിടുന്നാ അത് പഠിച്ചത്? ഈ യഹിയാ തങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് ഹാർമോണിയ വായനയാണ്, പുല്ലാങ്കുഴൽ വായനയാണ്, ഓടക്കുഴലിലൂടെ സംഗീതം പൊഴിക്കലാണ് ഈ തങ്ങളെ പരിപാടി. ആരാ ഉസ്താദ്? കേട്ടോ, പ്രമുഖ സംഗീതജ്ഞൻ
എസ് ബാബുരാജിൽ നിന്നാണ് സംഗീതം പഠിച്ചത് തങ്ങളുടെ ഉസ്താദ് ബാബുരാജാണ്. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ എല്ലാ പാഠവും തങ്ങൾക്ക് സ്വന്തമാണ്. സംഗീതത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ ചോരാതെ സൂക്ഷിക്കുന്ന തങ്ങൾക്ക് സംഗീതം എന്നും പ്രാണനാണ്. ഇയാളുടെ മടവൂർ കോട്ടയിലേക്ക് എത്തുമ്പോൾ തന്നെ എന്താണ് കേൾക്കുക? കേട്ടോളൂ. കാടുകളെ കീറി മുറിച്ച് ഹാർമോണിയത്തിൽ നിന്ന് ശ്രവണമധുരമായ നാദം ഒഴുകി വരുന്നു. ആധ്യാത്മിക കേന്ദ്രത്തിന്റെ മടവൂർ കോട്ട എന്ന ആധ്യാത്മിക കേന്ദ്രത്തിന്റെ അധിപൻ ഹാർമോണിയത്തെ കെട്ടിപ്പിടിച്ച് ഇപ്പോൾ സംഗീതത്തിന്റെ ആത്മാവിലാണ്. ഹാർമോണിയത്തെയും കെട്ടിപ്പിടിച്ച് പാട്ടും പാടി പുല്ലാങ്കുഴലും ഊതിയിട്ട് ഇങ്ങനെ നടക്കുന്നവരു അതാ ഒരു ചങ്ങാതി. നാണമില്ലേ തങ്ങളെന്ന് പറയാനും ഇസ്ലാമിന്റെ പേര് പറയാനും അതാ ആധ്യാത്മിക കേന്ദ്രമെന്ന് പറയാനും? ഇയാൾക്കാരാണ് ഇതിനൊക്കെയുള്ള സിദ്ധി കൊടുത്തത്? CM മടവൂരാണ് പോലും. നിങ്ങൾ മടവൂർ കോട്ടയിൽ പോയിരുന്നോ എന്ന് അനുവാദം കൊടുത്ത് CM മടവൂർ അയച്ച ആളാണ് പോലും. നോക്കണം നിങ്ങൾ ആരാണ് CM മടവൂര്. നിസ്കരിച്ചിട്ടില്ല, നിസ്കാരമില്ല. ഇസ്ലാമിലെ ഔലിയാക്കൾ നിസ്കരിക്കൂലേ? അദ്ദേഹത്തിനതാ നിസ്കരിക്കേണ്ടതില്ലാത്ത ഒരു മർത്തബ, നിസ്കരിക്കേണ്ടതില്ലാത്ത ഒരു സ്ഥാനത്ത് ആരെങ്കിലും എത്തുമായിരുന്നുവെങ്കിൽ അതെത്തേണ്ടത് നമ്മുടെ പുന്നാര നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വലാത്ത് ചൊല്ലിക്കോ പ്രിയപ്പെട്ടവരെ. ഒരു സ്വലാത്തിന് 10 പ്രതിഫലമാണ് അല്ലാഹു ഓഫർ ചെയ്യുന്നത്. ആ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പനി പിടിച്ച് ബോധം കെട്ട് കിടന്നപ്പോൾ ബോധം കിട്ടിയ നേരത്തും അസ്സലാ അസ്സലാ നിസ്കാരം കഴിഞ്ഞോ എന്ന് അന്വേഷിക്കുകയും നിസ്കാരത്തിന് പോകാത്ത ഒരു സമയം അല്ലാഹുവിന്റെ റസൂലിന് ആരോഗ്യമുള്ള കാലത്ത് കഴിഞ്ഞു പോയിട്ടില്ല. ഇന്നിതാ ചില ഔലിയാക്കന്മാര് CM മടവൂരിനെ പറ്റിയൊക്കെയുള്ള പുസ്തകത്തിൽ എന്താ പറയുന്നത്? CM മടവൂര് നിസ്കരിക്കൂല പോലും. നാട്ടിൽ ചിലർക്ക് പരാതിയായി. CM മടവൂരിനോട് പോയിട്ട് ചോദിച്ചു അത്രേ, എന്താ മടവൂരെ തങ്ങളെ നിങ്ങൾ നിസ്കരിക്കാത്തത്? മടവൂർ ഔലിയനോട് ചോദിച്ചപ്പോ CM മടവൂരതാ അയാളെ അങ്ങോട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് കൈപ്പത്തി അങ്ങ് പൊക്കി കാണിച്ചു കൊടുക്കുന്നു. കൈപ്പത്തി അങ്ങ് ഉയർത്തിയപ്പോൾ മടവൂരിന്റെ കൈവെള്ളയിലതാ കഅബാലയം തെളിയുന്നു. കഅബാലയത്തിലതാ ആളുകൾക്ക് ഇമാമായി കൊണ്ട് CM മടവൂര് നിസ്കരിക്കുന്നത് ഒരു ടെലിസ്ക്രീനിൽ കാണും പോലെ CM മടവൂരിന്റെ കൈവെള്ളയിൽ കാണുന്നു. മറ്റൊരിക്കൽ ചോദ്യം ചെയ്തപ്പോൾ അതാ വാതിലിന്മേലേക്ക് ചൂണ്ടുന്നു CM മടവൂര്. അതാ വാതിലിൽ ഒരു ടെലിവിഷൻ പോലെ പ്രത്യക്ഷപ്പെടുന്നു കഅബ. അവിടെ അതാ നിസ്കാരം നടക്കുന്നു. ആരാണ് കഅബയിലെ ഇമാമ്? ആരാണ് മക്കത്തെ അന്നത്തെ ഇമാമ്? CM മടവൂരാണ്. പിന്നെ ആരെങ്കിലും ഇനി കുറ്റം പറയാൻ പോകുമോ? ഇത്തരത്തിലെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് കറാമത്തെന്ന് പറഞ്ഞാൽ, ഇതാണ് തങ്ങളെന്ന് പറഞ്ഞാൽ, ഇതാണ് ഔലിയ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിയുള്ള മുസ്ലിമിന് കിട്ടൂല. ഇതാണ് മുജാഹിദുകൾക്ക് നിങ്ങൾ കണ്ട ഔലിയ വിദ്വേഷമെങ്കിൽ അത് ശരി തന്നെ. ഈ ഔലിയാക്കളെ ഞങ്ങൾ അംഗീകരിക്കൂല, ഈ തങ്ങന്മാരെ ഞങ്ങൾ അംഗീകരിക്കൂല. മറിച്ച് തങ്ങളാണോ വലിയാണോ? ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാത്തവര് തങ്ങളല്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാത്തൊരു വലിയ അള്ളാന്റെ വലിയല്ല, അത് ശൈത്താന്റെ വലിയാണ്. ഇത് പറയാൻ മുജാഹിദുകളല്ലാത്ത ആരാ ഉള്ളത്? ഇത് പറയാൻ ഞങ്ങൾക്കാരെയും പേടിക്കേണ്ടതില്ല. റബ്ബിന്റെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശമാണ്. നിസ്കാരം ഇല്ലാത്ത ഒരു നേതാവ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. അതാ പിന്നെ ഔലിയാക്കന്മാർക്ക് എന്താ പ്രത്യേകത? അവർക്ക് ഒരു തടിയല്ല പോലും. മക്കത്ത് കണ്ട ഔലിയ മുക്കത്തുമുണ്ട്, മുക്കത്ത് കണ്ട ഔലിയ തളിപ്പറമ്പിലുമുണ്ട്, തളിപ്പറമ്പിൽ കണ്ട ഔലിയ
ചെറുപ്പറമ്പിലുമുണ്ട്. മലപ്പുറത്ത് കണ്ട ഔലിയാദാ മൈലപ്പുറത്തുമുണ്ട്. വാഴക്കാട് കണ്ട ഔലിയാദാ പാലക്കാടുമുണ്ട്. ഇങ്ങനെ ഒരേ സമയത്ത് ഒരേ ആളെ ഇതാ 100-300 തടിയാണ് പോലും ഔലിയാക്കന്മാർക്ക്. ഇതെന്ത് ഔലിയാക്കളാണ്? ഇസ്ലാമിലെ ഏറ്റവും വലിയ വലിയ ആരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ വലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലേ? മഹാനവറുകൾക്ക് എത്ര തടിയാ ഉണ്ടായത്? മറുപടിക്കാരാ, മറുപടി പറയുന്നുവെങ്കിൽ പറഞ്ഞോളണം. ഔലിയാക്കന്മാർക്ക് എത്ര തടിയാണ്? നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാർക്ക് മലക്കുൽ മൗത്തിനെ ഭീഷണിപ്പെടുത്താൻ കഴിവുണ്ടല്ലേ? പറഞ്ഞോളണം മറുപടി, പറഞ്ഞോളണം മറുപടി. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇവരുടെ ചില കിതാബുകളിൽ ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നു. എന്താണ്? ഒരു ഔലിയപ്പാപ്പ ഇങ്ങനെ റോട്ടിലൂടെ നടക്കുകയാണ് പോലും. എന്നിട്ട് എന്താ ഉണ്ടായത്? ആ ഔലിയപ്പാപ്പയുടെ പിന്നാലെ കുറച്ച് കുട്ടികൾ കൂടിയത്രേ. കുട്ടികൾ ഔലിയപ്പാപ്പാനെ കളിയാക്കാൻ തുടങ്ങിയത്രേ. എത്ര കുട്ടികളുണ്ട്? 50 കുട്ടികൾ. 50 കുട്ടികളും ഔലിയപ്പാപ്പാൻ അങ്ങനെ കളിയാക്കി നടക്കുമ്പോ ഔലിയപ്പാപ്പാക്ക് ദേഷ്യം പിടിച്ചു പോലും. ഇവര് പരിചയപ്പെടുത്തുന്ന ഔലിയപ്പാപ്പാർക്കാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അതേ അവസരത്തിൽ ശരിയായ ഔലിയാക്കൾക്ക് ആരെന്ത് പരിഹസിച്ചാലും അവർക്കത് പ്രശ്നമല്ല. അതേ അവസരത്തിൽ ഇവര് പരിചയപ്പെടുത്തുന്ന കുറെ തടിയുള്ള ഔലിയാക്കന്മാര്, നിസ്കരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത ഔലിയാക്കന്മാര്, എന്നാലോ നിസ്കരിക്കുന്നതേ കാണാതിരിക്കൂ, തിന്നുന്നത് കാണും. അതേപോലെ തന്നെ പരിശുദ്ധ റമദാനിൽ പോലും അവർ പരസ്യമായി ചായ കുടിക്കും. നോമ്പുള്ളവന് പോലും ചായ കൊടുക്കും. CM മടവൂരിനെ പറ്റിയുള്ള ബുക്കിൽ കാണുന്നില്ലേ? അദ്ദേഹം റമദാനിലതാ പട്ടാപ്പകൽ ചായ കുടിക്കുന്നു. തന്നെ കാണാൻ വരുന്ന മുരീദ് നിർബന്ധിപ്പിച്ച് ചായ കുടിപ്പിക്കുന്നു. മറുപടിയുണ്ടോ? ചിന്തിക്കൂ മുസ്ലിമേ. ഞാൻ ആ കഥയിലേക്ക് തന്നെ വരട്ടെ. ഔലിയയെ 19 കുട്ടികൾ പരിഹസിക്കുകയാണ്. പരിഹസിച്ചപ്പോൾ ദേഷ്യം പിടിച്ച ഔലിയപ്പാപ്പയതാ ഒരൊറ്റ വിളിയാണ്. ആരെയാ വിളിച്ചത്? അസ്രായീലിനെയാണത്രേ വിളിച്ചത്. അസ്രായീലേ, ഈ കുട്ടികളെ ഇപ്പൊ തന്നെ റൂഹ് പിടിച്ചിട്ടില്ലെങ്കിൽ മലക്കുകളുടെ പട്ടികയിൽ നിന്ന് നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്യും അസ്രായീലേ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഉറക്കെയല്ലേ ഈ സംസാരിക്കുന്നത്. ഈ ഉള്ളവൻ എന്തു പറയുന്നുവെങ്കിലും കിതാബിന്റെ തെളിവോടെയാ പറയുന്നത്. ആരുടെയും പുറത്ത് വെച്ച് കെട്ടാനല്ല. നിങ്ങൾ പരിചയപ്പെടുത്തുന്ന കിതാബുകളിൽ നിങ്ങൾ മഹാന്മാരാണെന്ന് പറഞ്ഞ ആളുകൾ എഴുതിവിട്ടതാണ് ഈ പറയുന്നത്. ഔലിയാദാ മലക്കുൽ മൗത്തിനെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഇപ്പൊ തന്നെ ഈ കുട്ടികളെ മരിപ്പിച്ചിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ മലക്കുകളുടെ പട്ടികയിൽ നിന്ന് നിന്റെ പേര് വെട്ടി ഡിസ്മിസ് ചെയ്യും. അതുകൊണ്ട് മര്യാദക്ക് കുട്ടികളെ റൂഹ് പിടിച്ചോളണം. അതാ മലക്കുൽ മൗത്ത് ബേജാറായി പോയി. ഉടനെ തന്നെ ഫാസ്ബഹു മൗതാ അജ്മഈൻ, 50 കുട്ടികളും മയ്യത്തായി വീണു. മറുപടിയുണ്ടോ? ഞങ്ങൾ ഔലിയാക്കന്മാരെ നിഷേധിക്കുന്നവരാണല്ലേ? ഞങ്ങൾ തങ്ങന്മാരെ ആക്ഷേപിക്കുന്നുവല്ലേ? ഞങ്ങൾ ആക്ഷേപിക്കുന്ന ഔലിയാക്കൾ ആരാണെന്ന് ഈ സാധുക്കളായ ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഞങ്ങൾ അംഗീകരിക്കുന്നവരാരാണെന്നും ജനങ്ങളൊന്ന് പഠിക്കട്ടെ. ഇസ്ലാമിലുള്ള ഒരൊറ്റ വലിയനെയും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരൊറ്റ വലിയനെയും മുജാഹിദുകൾ എതിർത്തിട്ടില്ല. അതേ അവസരത്തിൽ വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യാജന്മാരുണ്ട്. വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചൂഷകന്മാരില്ലേ? അവരെ നിലക്ക് നിർത്തിയേ പറ്റൂ. ഇതാ മുജാഹിദുകൾ പറയുന്നത്. ഇതാണ് മുജാഹിദുകൾ പറയുന്നത്. എന്നിട്ട് പറയാ നോട്ടീസ് ഇറക്കി പേടിപ്പിക്കുക, നോട്ടീസ് ഇറക്കി പേടിപ്പിക്കുക. ഒരുത്തനിറക്കിയ നോട്ടീസിലുള്ളതാ പതി നമ്മൾ ഔലിയാക്കന്മാരെ തെറി പറയുന്നു. പിന്നെ എന്താ ഒരാൾ പറയുന്നത്? ഈ പാവപ്പെട്ട എന്റെ പേരിലും ഉണ്ടൊരു നുണ. ഇവിടെ ഇറക്കിയൊരു വാറോല. SYSകാരാ, നിങ്ങൾ ഇറക്കിയ ഈ വാറോലയിൽ എന്തൊക്കെ നുണകളാ എഴുതിവിട്ടത് കേട്ടോളൂ. ഈ ഉള്ളവന്റെ പേരിൽ പറഞ്ഞ ഒരൊറ്റ നുണ കേൾപ്പിക്കട്ടെ. എന്താണ് ഞാൻ പറഞ്ഞത് കേട്ടോളണം. ഇയാൾ പറയാണ് മദീനയിലുള്ളത് കള്ളചാരമാണ് ഹുസൈൻ സലഫി.
മദീനയിലുള്ളത് കള്ളചാരമാണ് എന്ന് ഹുസൈൻ സലഫി പറഞ്ഞിട്ടുണ്ട് പോലും. നാണമില്ലേ? നുണ പറയുമ്പോൾ പടച്ച റബ്ബിനെ ഒന്ന് ഓർക്കണ്ടേ? ഈ എഴുതുന്ന തൂലികയ്ക്ക് ഉപയോഗപ്പെടുത്തിയ കയ്യ് നാളെ പരലോകത്ത് സംസാരിക്കൂലേ? കാലതിന് സാക്ഷി പറയണ്ടേ? മദീനയിലുള്ളത് കള്ളചാരമാണെന്ന് ഈ ഉള്ളവൻ എവിടെയാണ് പ്രസംഗിച്ചത്? എവിടെയാണ് പ്രസംഗിച്ചത്? മദീനത്ത് ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറുണ്ട്. അത് കള്ളചാരമാണെന്ന് ഞാൻ പറഞ്ഞു വന്നു. ഒരു മുസ്ലിം അത് പറയില്ലല്ലോ. അതേ അവസരത്തിൽ നിങ്ങൾ ചില ചാരങ്ങളുടെ ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ട്, നിങ്ങളുടെ വീടുകളിൽ തൂക്കുന്നുണ്ട്, നിങ്ങൾ ഇന്റർനെറ്റ് സൈറ്റുകളിൽ ചില ജാറങ്ങൾ നബിയുടേതാണെന്ന് പറഞ്ഞു പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കള്ളചാരമാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതങ്ങ് ജനങ്ങളോട് പറയാതെ മദീനയിലുള്ളത് കള്ളചാരമാണെന്ന് ഹുസൈൻ സലഫി പറഞ്ഞു എന്ന് പടച്ച റബ്ബിനെ പേടിയില്ലാതെ എഴുതി വിടുമ്പോൾ പരലോകം ഓർക്കണേ എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ. എത്ര നുണ, കല്ല് വെച്ച നുണകൾ പറയാ. നോക്കണം നിങ്ങൾ. ഇങ്ങനെയല്ലേ നോട്ടീസ് ഇറക്കൽ? ഇങ്ങനെയല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇനി നോക്കൂ നിങ്ങൾ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞങ്ങൾ സാധാരണക്കാരനാക്കി പാപിയാക്കുന്നു എന്നാണ് പറയുന്നത്. നബി തങ്ങളതാ വമ്പിച്ച തെറ്റ് ചെയ്യുന്ന നേതാവാണ് പോലും. നബിയെ നിന്ദിക്കലാണത്രേ മുജാഹിദുകളുടെ പരിപാടി. ഓ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചത് ഞങ്ങളല്ല, മറിച്ച് തോട്ടീസിറക്കിയ കക്ഷികളൊന്ന് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നിന്ദിച്ചുകൊണ്ട് അതാ ആ പുസ്തകം പ്രചരിപ്പിക്കുന്ന കക്ഷികൾ ആരാണ്? നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ലാത്തതാണ് ഇവര് പറഞ്ഞത്. എവിടെയാണത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു പോറ്റുമകനുണ്ടായിരുന്നു, സെയ്ദ് റളിയല്ലാഹു അൻഹു. ശരിക്ക് പഠിച്ചോളണം. സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. ആ സെയ്ദ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ച ഭാര്യയുടെ പേരാണ് സൈനബ റളിയല്ലാഹു അൻഹാ. നബി തങ്ങളാണ് അതാ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പ്രവാചകന് സ്നേഹമുണ്ടായി എന്നും സെയ്ദ് അതാ സൈനബിനെ ത്വലാഖ് ചൊല്ലിയാൽ അതാ അവരെ വിവാഹം കഴിക്കാമെന്നും നബി തങ്ങൾ മനസ്സിൽ ഗോപ്യമാക്കി വെച്ചു പോലും. എന്തായി കേട്ടത്? മറ്റൊരാളുടെ ഭാര്യയെ എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുക, അയാൾ ത്വലാഖ് ചൊല്ലിയ എനിക്ക് കെട്ടാമായിരുന്നു എന്ന് മോഹം വെക്കുക, അത് മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുക. ഇതൊരു മനുഷ്യനെ കുറിച്ച് പറയാൻ പാടുണ്ടോ? എഴുതാൻ പാടുണ്ടോ? എന്നാൽ നമ്മുടെ കരളിന്റെ കഷ്ടമായ ജീവനേക്കാൾ നാം സ്നേഹിക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തന്റെ പോറ്റുമകനായ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് സ്നേഹമുണ്ടായി എന്നും സെയ്ദ് ഒഴിവാക്കിയാൽ വിവാഹം ചെയ്യാമെന്നതും അതാ നബി തങ്ങൾ മനസ്സിൽ മറച്ചു വെച്ചു എന്ന് എഴുതി വിട്ടത് മുജാഹിദുകളാണോ? ഞങ്ങൾ ആരെങ്കിലും എഴുതി വിട്ടിട്ടുണ്ടോ? മറിച്ചതാ നിങ്ങൾ പഠിപ്പിക്കുന്ന നിങ്ങളുടെ തഫ്സീറുകളിലാണുള്ളത്. അതിന്റെ മലയാള പരിഭാഷ നിങ്ങൾ ഇറക്കിയിട്ടില്ലേ? ടി.കെ. അബ്ദുള്ള മൗലവിയുടെ ഖുർആൻ പരിഭാഷയില്ലേ? ആ പരിഭാഷയിൽ നിന്നാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. അള്ളാന്റെ റസൂൽ മറ്റൊരാളുടെ ഭാര്യയെ മോഹിച്ചു വന്നു, അയാൾ തലാഖ് ചൊല്ലിയെങ്കിൽ എനിക്ക് കെട്ടാമായിരുന്നു എന്ന് മനസ്സിൽ മറച്ചു വെച്ചു എന്ന് ഒരാളെ കുറിച്ച് പറയുന്നത് നിന്ദിക്കലല്ലേ? ഇത് നബി തങ്ങളെ നന്നാക്കലാണോ അതോ നിന്ദിക്കലാണോ? മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തീർന്നുവോ? അള്ളാന്റെ റസൂലിനെയും സഹാബത്തിനെയും ഒക്കെ കവർച്ചക്കാരാക്കിയത് മുജാഹിദുകളാണോ? കവർച്ച ചെയ്യാനാണ് പുറപ്പെട്ടത് നബിയും സഹാബിമാരും എന്ന് മുജാഹിദുകൾ എഴുതിയിട്ടുണ്ടോ എവിടെയെങ്കിലും? മറിച്ച് നിങ്ങളുടെ ഉസ്താദുമാരുടെ പരമ്പരയിൽപ്പെട്ട നിങ്ങൾ പറയുന്നില്ലേ, ഞങ്ങള് ഇവിടെ നിന്നൊരു ചങ്ങല കുലുക്കിയാൽ അത് മദീനത്തെ റൗദാ ശരീഫിൽ പോയി കുലുങ്ങും എന്ന് പറയാറില്ലേ? അത്ര വലിയ ഈടുറ്റ പരമ്പരയാണ് ഞങ്ങൾക്കെന്ന് പറയുന്ന നിങ്ങളുടെ ഉസ്താദുമാരുടെ പരമ്പര
പരമ്പരയിൽപ്പെട്ടയാളല്ലേ കെ സദഖത്തുള്ള മുസ്ലിയാര്. ആ സദഖത്തുള്ള മുസ്ലിയാർ എന്താ എഴുതി വെച്ചത് കേട്ടോളണം, മറുപടി പറഞ്ഞോളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണ്. അള്ളാന്റെ റസൂല് വഴിയാത്രക്കാരെ കവർച്ച ചെയ്യുന്ന കവർച്ചക്കാരനായ, അങ്ങനെ കവർച്ച ചെയ്യാനാണ് പുറപ്പെട്ടത് നബിയും സഹാബത്തുമെന്ന് എഴുതി വിട്ടവരെ, നിങ്ങളാണോ ഞങ്ങളെ പറ്റി അള്ളാന്റെ റസൂലിനെ നിന്ദിക്കുന്നവരെന്ന് പറയുന്നത്? സാധ്യമല്ല. ഇതുപോലെ മുജാഹിദുകൾ എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാനാവില്ല. മറിച്ച് നിങ്ങൾ എഴുതി വെച്ചതാണ് ഈ കേൾപ്പിച്ചത്. നിഷേധിക്കാൻ ഒരുക്കമുണ്ടോ? എന്നിട്ട് മതി നിങ്ങൾ ഈ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കൽ. വെറുതെ അല്ല പറയുന്നത്. ബാലുശ്ശേരിയുടെയും ഹുസൈൻ സലഫിയുടെയും ആരുടെയും CD കേൾക്കരുത്, പ്രസംഗത്തിന് പോയി പോകരുത്. ഇതെന്താ, ഇത് കേൾക്കൂലേ? ഇങ്ങനെയൊക്കെയാണല്ലേ നമ്മുടെ സ്ഥിതി എന്നറിയൂലേ? അതേ, അറിയട്ടെ, ജനങ്ങൾ അറിയട്ടെ. നബി നിന്ദകന്മാരായ ആളുകൾ ആരാണ്? മറിച്ച് മഹാനായ ഞങ്ങളുടെ നേതാവിനെ പറ്റി ഞങ്ങൾ മറുത്തൊരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ നേതാവിനെ ഞങ്ങൾ നീ എന്ന് വിളിച്ചിട്ടില്ല. ഞങ്ങളുടെ നേതാവായ മുത്ത് മുസ്തഫയെ ഞങ്ങൾ അവൻ എന്ന് പറഞ്ഞിട്ടില്ല. നബിതങ്ങളെ ഞങ്ങൾ ഒരിക്കലും നീ എന്ന് വിളിച്ചിട്ടില്ല. അതേ അവസരത്തിൽ ഇതാ ഈ നോട്ടീസ് വാറോല ഇറക്കിയ കക്ഷിയില്ലേ, ആ കക്ഷിയുടെ ഉന്നതനായ മൗലവി AP കാന്തപുരത്തിന്റെ സീമന്തപുത്രനായ AP അബ്ദുൽ ഹക്കീം അതാ അള്ളാന്റെ റസൂലിനെ വിളിച്ചത് എന്താണ്? നീ എന്ന് അള്ളാന്റെ റസൂലിനെ വിളിച്ചിട്ടില്ലേ? സ്വന്തം ബാപ്പയെ നീ എന്ന് വിളിക്കാറുണ്ടോ? ഉമ്മാനെ നീ എന്ന് വിളിക്കാറുണ്ടോ? അങ്ങനത്തെ മോനതാ അള്ളാന്റെ റസൂലിനെ നീ എന്ന് വിളിക്കുന്നു. ഇവരുടെ മാസികകളിൽ അതാ നിങ്ങൾക്ക് നിഷേധിക്കാനാകുമോ? നിങ്ങളുടെ മാസികയിൽ കൃത്യമായി നിങ്ങളതാ നബിതങ്ങളെ പറ്റി എഴുതിയപ്പോൾ അവന്റെ അമ്മ എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അവന്റെ അമ്മ അവന് അഹ്മദ് എന്ന് പേരിട്ടു. ആരെ കുറിച്ചായി പറയുന്നത്? പുന്നാര നബിതങ്ങളെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉമ്മ അഹ്മദ് എന്ന് പേര് വിളിച്ചു എന്ന് പറയേണ്ടടത്തതാ എന്താ എഴുതിയത്? അവന്റെ അമ്മ അവന് അഹ്മദ് എന്ന് പേര് വിളിച്ചു. ഓ മുസ്ലിമേ, മുജാഹിദുകൾ ഇങ്ങനെ എഴുതാറുണ്ടോ? മുജാഹിദുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ? മുജാഹിദുകൾ ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? മറുപടി പറയണം. നിങ്ങൾ മറപിടിയാവണ്ട, മറുപടി വേണം. ചിന്തിക്ക്. അതുകൊണ്ട് തീർന്നോ? അള്ളാന്റെ റസൂലിനെ കുറിച്ച് പറയുമ്പോ അവൻ, അതേ അവസരത്തിൽ അള്ളാന്റെ റസൂലിനെ കുറിച്ച് തെറി എഴുതിയ ഒരു പെണ്ണില്ലേ തസ്ലീമ നസ്രീൻ എന്ന് പറയുന്ന പെണ്ണ്. ആ പെണ്ണിനെ കുറിച്ച് നിങ്ങൾ സിറാജിൽ ലേഖനം എഴുതിയപ്പോൾ അവൾ എന്നല്ല പറഞ്ഞത്, അവർ അള്ളാന്റെ റസൂലിനെ തെറി പറയുന്ന പെണ്ണിനെ കുറിച്ച് ലേഖനം എഴുതിയപ്പോൾ അവർ എന്നാ പറഞ്ഞത്, അവൾ എന്ന് പറഞ്ഞില്ല. മുത്തുനബിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ എന്ന് പറയാതെ അവന്റെ അമ്മ എന്നൊക്കെയാണ് പറയുന്നത്. നീ എന്നാണ് വിളിക്കുന്നത്. മുസ്ലിമേ, ഇനിയും നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത് കേൾക്കരുതെന്ന് പറഞ്ഞ് മതിൽ കെട്ടുണ്ടാക്കാൻ ഇനിയും സാധ്യമല്ല. ജനങ്ങൾ ഉത്ബുദ്ധരാണ്, മനസ്സിലാക്കിക്കൊള്ളണം. എന്നിട്ട് പറയാ മുജാഹിദീങ്ങൾക്ക് അള്ളാന്റെ റസൂലിനോട് ഒരു ബഹുമാനമില്ല. ഞങ്ങൾക്ക് ആ ബഹുമാനം. എന്താ ബഹുമാനം? ഞങ്ങളല്ലേ ഇപ്പൊ മുടിയും കൊണ്ട് നടക്കുന്നത്? ഞങ്ങളല്ലേ മുടിപ്പള്ളിക്ക് 40 കോടി ചെലവാക്കാൻ പോകുന്നത്? ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്ക് പ്രാധാന്യമുണ്ട്. അവിടുത്തെ വിയർപ്പിന് സുഗന്ധമുണ്ട്. അവിടുത്തെ വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. അവിടുന്ന് ഉളൂ ചെയ്യുമ്പോൾ ഇറ്റി വീണ വെള്ളത്തിന് പ്രാധാന്യമുണ്ട്. അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ കൊണ്ട് നടക്കുന്ന മുടി അല്ലാഹുവിന്റെ റസൂലിന്റെ മുടിയല്ല. അതാരുടെ മുടിയാണെന്ന് അമ്പലക്കടവ് ഫൈസി അതാ പറഞ്ഞിട്ടില്ലേ മുമ്പ്? അതാ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സ്വന്തം മുടിയാണെന്ന് പണ്ട് പറഞ്ഞു. ഇപ്പോൾ ഇതാ പറയുന്ന വേറൊരു മുടിയെന്ന്. ആ മുടിയെക്കുറിച്ചും നിങ്ങൾ ഇതെന്നെ പറയുന്നു കേട്ടോ. തിരുനബി കേശം ആധികാരികത പരിശോധിക്കണം. ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട്. മുജാഹിദല്ല പറയുന്നത്. നിങ്ങൾ കൊണ്ട് നടക്കുന്ന മുടികളൊക്കെ പരിശോധിക്കണം എന്ന് പറയുന്നു. മാത്രമല്ല അതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്നും പലരും അതാ പല കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ട് നടക്കുകയാണെന്ന് കൃത്യമായി എഴുതിയിരിക്കുന്നു. കേട്ടോളൂ. ഇദ്ദേഹം ഇതിൽ പറയുന്നത് എന്താ? ശരിക്ക് കേട്ടോ.
നേരത്തെ പ്രവാചകന്റെ തിരുകേശം തങ്ങളുടെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വാദിക്കുകയും അതിന്റെ പേരിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നതിനിടെ വ്യക്തമായ സനത് പരിശോധിക്കാനായി ഉത്തരവാദപ്പെട്ടവർക്ക് നേരെ വെല്ലുവിളികൾ ഉയർന്നപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. അത് വിലപ്പോവില്ലെന്ന് കണ്ടപ്പോഴാണ് പുതിയ കേശവുമായി ഇവർ രംഗത്തെത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ആധികാരികത പരിശോധിക്കണം, ആത്മീയ തട്ടിപ്പ് കരുതലോടെ കാണണമെന്നും അതിൽ വിശ്വാസികൾ വഞ്ചിതരാവരുതെന്നും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി മുജാഹിദല്ല എഴുതുന്നത്. അപ്പോ നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടോ? ഇല്ല. ഇയാള് തന്നെ പറയാണ് ഇത് പരിശോധിക്കണം. അപ്പോഴാവട്ടെ കാന്തപുരം വിഭാഗക്കാരൻ എന്താ മറുപടി കൊടുക്കുന്നത്? ഖുർആൻ കിട്ടിയ സനത് പോലെ പവിത്രമാണ് പോലും. ഖുർആനില്ലേ നമ്മുടെ കയ്യിൽ, അതെത്രത്തോളം സത്യമാണ്, അതെത്രത്തോളം സത്യമാണ്. അത് കിട്ടിയ പരമ്പര ഏതാണ്? അള്ളാന്റെ ഒപ്പുണ്ടോ അതിൽ? റസൂലുള്ളാന്റെ ഒപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇയാൾ ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ഈ എഴുത്തുകാരന് സ്ഥാപിക്കാനാണ് ഇതൊക്കെ ചോദിക്കുന്നത്. എന്ത് സ്ഥാപിക്കാൻ? മർക്കസിലുള്ള മുടി അതാ ശരിക്കുള്ള മുടിയാണ്. ഏതുപോലെ മർക്കസിലും എല്ലാവരുടെ കയ്യിലുമുള്ള ഖുർആൻ ശരിയായ ഖുർആനാണെന്നതുപോലെ മർക്കസിലുള്ള തിരുമുടി എന്ന് പറയുന്ന മുടിയതാ അത് ശരിക്കും ഉള്ളതാണെന്ന് സ്ഥാപിക്കാനാണ് സിറാജുകാരൻ ലേഖനം എഴുതുന്നത്. എങ്കിൽ ചോദിക്കട്ടെ, വിനയത്തോടെ ചോദിക്കട്ടെ, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് പരിശോധിച്ചിട്ടേ ഞാൻ എടുക്കൂ, അതെനിക്ക് സ്വീകാര്യമല്ലെന്ന് പറഞ്ഞവന്റെ വിധി എന്ത്? ഖുർആൻ ഞാൻ അംഗീകരിക്കൂല, അതൊന്നുകൂടി പരിശോധിക്കണം എന്ന് പറയുന്നവന്റെ വിധി എന്താണ്? കാഫിർ എന്നല്ലേ? കാഫിർ എന്നല്ലേ? എങ്കിൽ അതേപോലെ തന്നെ ചോദിക്കട്ടെ, ഖുർആൻ പോലെ തന്നെയുള്ള സനദിന്റെ നിങ്ങളുടെ മുടിക്കെന്നല്ലേ? നിങ്ങളുടെ മുടി നിഷേധിച്ച അമ്പലക്കടവിന്റെ വിധി എന്ത്? ബഹാവുദ്ദീൻ കൂരിയാടിന്റെ വിധി എന്ത്? ഈ കെ സമസ്തക്കാരുടെ വിധി എന്ത്? മുജാഹിദുകളെ വെറുതെ വിട്, നിങ്ങളൊക്കെ ഒന്നാണെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത്? നിങ്ങളുടെ വിധിയൊന്ന് പരസ്പരം പറയോ? ഖുർആൻ പോലെയുള്ള സനതെന്ന് പറഞ്ഞാൽ പോരാ, അങ്ങനത്തെ സനതുള്ള മുടിയെ നിഷേധിച്ചവനും കാഫിറല്ലേ? തുറന്നു പറഞ്ഞോളണം, നിങ്ങൾ എഴുതിക്കോളണം. എന്നിട്ട് മതി സമൂഹത്തെ ചൂഷണം ചെയ്യൽ. ഇങ്ങനെ ഓരോന്നുമായി കൊണ്ട് നടന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞങ്ങളാണ് സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അതൊന്നും ഇസ്ലാമികമായ സ്നേഹമാവില്ല, അത് ചൂഷണം തന്നെ. ലോകത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച സാധനങ്ങളൊന്നും നിലവിലില്ല. അതിനെപ്പറ്റി പരിശോധിച്ച പണ്ഡിതന്മാർ പറയുന്നു, ഒന്നും തന്നെ കൃത്യമായി തെളിയിക്കപ്പെടാവുന്ന നിലക്ക് ലോകത്ത് ബാക്കിയില്ല. എന്നിട്ട് ഇവർ കൊണ്ട് നടക്കുന്ന ഒരു കെട്ടുമുടി, ഒരു കെട്ടുമുടിയാ, കുറച്ചൊന്നല്ലേ, ഒരു കെട്ടുമുടിയാ. ഹസ്രത്ത് ബാലിൽ കാശ്മീരിൽ ഈ മുടിയുടെ ഒരു പള്ളി, ഹസ്രത്ത് ബാൽ എന്ന പേരിൽ ഒരു പള്ളി. ആ പള്ളിയിൽ നിന്ന് മുടി നഷ്ടപ്പെട്ടപ്പോൾ അന്ന് ആ മുടി തിരിച്ചു കൊടുത്തു പോലും. എളുപ്പല്ലേ, മുടി നഷ്ടപ്പെട്ടാൽ ഇതന്നെ മുടി തന്നെ വേറൊന്ന് കൊടുത്തു, ആൾക്കാരൊക്കെ ശാന്തരായി. പിന്നെ ചിലർക്കന്ന് സംശയം തോന്നി പോലും, ചിലർക്കന്ന് സംശയം തോന്നി പോലും, എന്ത് ഇത് നബിയുടെ മുടി തന്നെയാണോ? പരിശോധിക്കാൻ 3 മാർഗങ്ങളാണത്രേ അന്ന് ചെയ്തത്. അവര് ചെയ്ത പണിയാ പറയുന്നത്, അവരുടെ വിശ്വാസമാ പറയുന്നത്, മുജാഹിദിന്റെ വിശ്വാസമല്ല പറയുന്നത്. അവര് 3 വഴിയിലൂടെയാണത്രേ പരിശോധിച്ചത്. ആദ്യം നോക്കിയത്രേ ഇത് കത്തുമോ? അപ്പൊ കത്തുന്നില്ല, അപ്പൊ നബിയുടെ മുടി കത്തൂല. അടുത്ത പരിശോധന തേൻ പുരട്ടി നോക്കി, ഈച്ച വന്നിരിക്കുമോ? ഈച്ച വന്നിരിക്കുന്നില്ല, നബിയുടെ മുടി തന്നെ. മൂന്നാമത്തെ ഒരു പരിശോധന എന്തായിരുന്നു? മൂന്നാമത്തെ പരിശോധന സൂര്യപ്രകാശത്തിൽ പിടിച്ചു നോക്കി, നിഴലുണ്ടോ? നിഴലില്ല. ഇങ്ങനെ 3 പരിശോധനയെന്ന് ഔറംഗസീബിന്റെ കാലത്ത് ഹസ്രത്ത് ബാലിലെ മുടിയെപ്പറ്റി പരിശോധിച്ചു എന്ന് ചിലരൊക്കെ എഴുതി വിടുന്നുണ്ട്. മുജാഹിദുകൾക്ക് അങ്ങനെ അതിനെപ്പറ്റി അഭിപ്രായമല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ അഭിപ്രായമൊക്കെ അന്നുള്ളവർക്കുണ്ടായി എങ്കിൽ ഇന്നും ഇതിങ്ങനെ പരിശോധിക്കുന്നുണ്ടോ? ആലോചിച്ചു നോക്കണം. എന്നിട്ടൊരു കെട്ടുമുടിയാ, ഒരു കെട്ടുമുടി, അത് ഫോട്ടോക്കും കിട്ടുന്നില്ലേ? അതാ ഒരു കെട്ടുമുടിയുടെ ഫോട്ടോ കാണുന്നു. നിഴലില്ലാത്തതിന്റെ ഫോട്ടോ കിട്ടുമോ? നിഴലില്ലാത്തതിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ? പിന്നെ എങ്ങനെ മുടിയുടെ ഫോട്ടോ വന്നു? കഥയിൽ ചോദ്യമില്ല, കഥയിൽ ചോദ്യമില്ലല്ലോ.
ഇങ്ങനെ നബി തങ്ങളുടെ മുടിയാന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ ഇപ്പുറത്ത്. അപ്പോൾ അതാ ആഗോളാടിസ്ഥാനത്തിൽ ഷിയാക്കൾ വേറെ, അള്ളാന്റെ റസൂലിന്റെ ചെരുപ്പാണിത് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടര്, നബി തങ്ങളുടെ ജുബ്ബക്കുപ്പായമാണെന്ന് പറഞ്ഞ് വേറൊരു കൂട്ടര്, അള്ളാന്റെ റസൂലിന്റെ തലപ്പാവാണെന്ന് പറഞ്ഞിട്ട് വേറൊരു കൂട്ടര്, അള്ളാന്റെ റസൂലിന്റെ വാളാന്നും പറഞ്ഞിട്ട് വേറൊരു കൂട്ടര്. ഇങ്ങനെ എത്ര വ്യാജവാദികൾ നബി തങ്ങളുടെ പേരിൽ രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നു. എല്ലാ ശർറുകാരിൽ നിന്നും ഈ സമുദായത്തെ റബ്ബ് കാക്കട്ടെ എന്നല്ലാതെ നിവൃത്തിയില്ല പറയാൻ. അതാ നബി തങ്ങളെ ഇകഴ്ത്താനല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതെന്ന് പറയുന്ന ഒന്നും ലോകത്ത് ബാക്കിയില്ല. നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് കണ്ടോ, ഞങ്ങൾ നബി തങ്ങളെ സ്നേഹിക്കുന്നു. പിന്നെ പറയാണ്, നിങ്ങൾക്ക് നബി തങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിങ്ങൾ സ്വലാത്ത് ചൊല്ലാറുണ്ടോ? മുജാഹിദുകൾ സ്വലാത്തിനെതിരാണെന്ന് പറയും. അതാ നിങ്ങൾ കേട്ടില്ലേ, ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലിയില്ലേ? ബാങ്ക് കേട്ടാൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നില്ലേ? ആരാ സ്വലാത്ത് ചൊല്ലാത്തത്? പക്ഷേ നിങ്ങൾ ചില സ്വലാത്തുകൾക്ക് പ്രത്യേക പോരിശ ഉണ്ടാക്കിയിട്ട് പറയുന്നുണ്ട്. ഒരു സ്വലാത്തിന്റെ പോരിശ കേട്ടോ, ഇവരൊരു സ്വലാത്ത് എഴുതി ഉണ്ടാക്കിയിട്ട് പറയുന്നു, ഈ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ മയ്യത്ത് ഖബറിൽ ഇറക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും. മനസ്സിലായോ? മനസ്സിലാകുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞ ഈ സ്വലാത്ത് എല്ലാ വെള്ളിയാഴ്ച രാവിലും ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ മയ്യത്ത് ഖബറിൽ ഇറക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. അയാളെ മയ്യത്ത് ഖബറിൽ ഇറക്കാൻ റസൂൽ വരുന്നു. നോക്കണം നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു തന്നുവോ? അവിടുന്ന് നമുക്കിത് പഠിപ്പിച്ചു തന്നുവോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത ഒരു പുണ്യം, ഒരു വണ്ണം, ഒരു സലാത്തിന് നിശ്ചയിക്കാൻ ആർക്കാണ് അധികാരം തന്നത്? മറിച്ച് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ എത്ര സലാത്തുകളും അധികരിപ്പിച്ചോളൂ, നമുക്ക് 1-ന് 10 പ്രതിഫലം കിട്ടും, സംശയം വേണ്ട. അതേ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം തേടുന്ന നാരിയ സലാത്ത് എന്ന് പറയുന്ന സലാത്ത്, അത് ഇസ്ലാമിലുള്ള സലാത്തല്ല. അത് എതിർത്താൽ പറയും, കണ്ടോ ഇവര് സലാത്ത് വിരോധികളാണ്. മക്ക പരിപാടിയില്ല, സലാത്തിനെ എതിർക്കണ പരിപാടിയില്ല. പിന്നെ പറയും, കണ്ടോ ഇവർക്ക് ഖബർ സിയാറത്തില്ല, ഇവര് ഖബറിങ്ങളിൽ പോകൂല, ഇവര് ഖബർ സിയാറത്തിനെതിരാണ്. നമ്മൾ എന്താണ് എതിർക്കുന്നത്? ഖബറിതാ ഒരു ചാണിലപ്പുറം പൊക്കുകയാണ്, അതാ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നു. ചിലയിടത്തൊക്കെ എത്രയാണ് ഉയരം, ചിലയിടത്തൊക്കെ എത്രയാണ് നീളം. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉയർത്തലാണ് പുണ്യമായി കണ്ടതെങ്കിൽ ചിലയിടത്ത് ഇങ്ങനെ നീണ്ടു പോകലാണ് ഏറ്റവും കറാമത്തായി കണ്ടത്. മന്നാ മക്കാമിലെ ജാറത്തിന്റെ നീളം എത്രയാണ് തളിപ്പറമ്പുകാരെ? എത്രയാണ് അതിന്റെ നീളം? ഒരു കഴുങ്ങിനേക്കാൾ നീളമുള്ള ഒരു ഖബറ്. എത്ര ഇവിടുന്ന് അങ്ങോട്ട് എത്ര നീണ്ട് ഇങ്ങനെ പോവുകയാണോ? ആരാണതിലുള്ളത്? അത് മനുഷ്യൻ തന്നെയാണോ? ആരാണ്? ഊരും പേരറിയാത്ത ആൾ ആരാണ്? എന്തേ ഈ ഖബറിന് ഇത്ര വലുപ്പമെന്ന് ചോദിക്കുമ്പോ ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നു, അതിങ്ങനെ ഖബർ വിശാലമാക്കണേ അല്ലാ എന്ന് നമ്മൾ തേടുമ്പോ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. സൂക്ഷിച്ചോളണം, അപ്പുറത്തെ ആളുടെ പറമ്പിലെത്തുന്നത് സൂക്ഷിച്ചോളണം. നീണ്ട് ഇങ്ങനെ പോവുക. എന്തപ്പരും അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നീന്തണല്ലോ. ഇവർക്ക് ഇങ്ങനെ നീന്താനേ ഖബർ വിശാലാക്കി കൊടുക്കുക, ഖബർ ഇങ്ങനെ വിശാലായി കൊടുക്കുക. ഉമ്മാന്റെയും ഉപ്പാന്റെയും ഖബറിങ്ങ ചെല്ലുമ്പോഴും അല്ലാഹുവേ ഖബർ വിശാലമാക്കി കൊടുക്കണേന്ന് പറഞ്ഞിട്ട് എന്തേ ഉമ്മന്റെ ഖബർ നീളാത്തത്, ഉപ്പന്റെ ഖബർ നീളാത്തത്? കഥയിൽ ചോദ്യമില്ലല്ലോ. നോക്കണം, പണ്ട് കാസർഗോഡ് ഉണ്ടായിരുന്നു ചെർക്കളയിൽ ഒരു ഖബർ തോട്ടം. ഉള്ള തെങ്ങും കഴുങ്ങും മാവൊക്കെ വെട്ടിയിട്ട് ഖബർ നടുമായിരുന്നു ഒരു ചങ്ങാതി ഖബർ നടുക. എത്രയായിരുന്നു നീളം? കുറേ നീളം. എവിടുന്ന് വന്നതായിരുന്നു? ഉഹദിന്നൊക്കെ പുറപ്പെട്ട തങ്ങന്മാരും ഔലിയാക്കന്മാരും ബീവിമാരും ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറെ എണ്ണ എത്തി, കുറെ എണ്ണ എത്താനിരിക്കുന്നു, കുറെ ആള് ചെക്ക് പോസ്റ്റ് കുടുങ്ങിക്കിടക്കുക. ആ നിലക്ക് എത്ര ഖബറുകളായിരുന്നു ഖബർ തോട്ടത്തിൽ. ഇപ്പൊ ഒരെണ്ണം കാണാനില്ല. എവിടെ പോയി ചെർക്കളയിലെ ഖബർ തോട്ടം പൂട്ടിപ്പോയില്ലേ? മുജാഹിദുകൾ നന്നായിട്ടങ്ങ് എതിർത്തു. ജനങ്ങൾ മനസ്സിലാക്കി ഇത് തട്ടിപ്പാണെന്ന്. കണ്ടോ, അത് എതിർക്കാൻ മുജാഹിദുകളെ ഉണ്ടായുള്ളൂ. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോരുത്തർ ഇങ്ങനെ ജാറങ്ങൾ പൊക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? ഒരു മുസ്ലിമിന്റെ ഖബർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ പോലും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പോലും, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പോലും, അതാ 3 ഖബറും ഒരേ സ്ഥലത്തല്ലേ ഉള്ളത്, ഒരു ചാണിലപ്പുറം ഉയർത്തിയതായി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് കണ്ടവര് റിപ്പോർട്ട് ചെയ്തത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? ചരിത്രത്തിന്റെ കിതാബുകളിലില്ലേ? ഇല്ലേ? എന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിപ്പൊക്കുക, പെയിന്റ് അടിക്കുക, കുമ്മായടിക്കുക, മൂടുക, വിളക്ക് കത്തിക്കുക, അത് തൊട്ടുമുത്തുക, അവിടെയുള്ള എണ്ണ കുടിക്കുക, അവിടെ വിളക്ക് കത്തിക്കുക. പെണ്ണുങ്ങൾ വ്യാഴാഴ്ചയൊക്കെ പോയിട്ട് ഇങ്ങനെ ദിക്റ് സലാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാറത്തിൽ പോവുക. പെണ്ണ് പള്ളിയിൽ പോയി കൂടാ. ഇസ്ലാമിന്റെ വേഷം ധരിച്ചൊരു പെണ്ണ് നിസ്കരിക്കാൻ പോയാൽ ഹറാം, ജുമുഅക്ക് പോയാൽ ഹറാം, മന്നാ മഖാമിൽ വ്യാഴാഴ്ച വന്ന് ഇത്തികാഫിരുന്നാലും ഹലാൽ. സുന്നത്ത്, പുണ്യകർമ്മം, ഇതൊന്നൊരു ഇസ്ലാമാണ് മുസ്ലിമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ ഇത്? അവിടുത്തെ പള്ളിയിൽ പെണ്ണുങ്ങൾ വന്നില്ലേ? മക്കയിലെ പള്ളിയിൽ വരുന്നില്ലേ? മദീനത്തെ പള്ളിയിൽ വരുന്നില്ലേ? ബൈത്തുൽ മുഖദ്ദസിൽ വരുന്നില്ലേ? ലോകത്ത് എല്ലാ പള്ളികളിലും പെണ്ണുങ്ങൾ വരുന്നില്ലേ? അവർക്കത് ഹറാമാണെന്ന് പറയാൻ ആർക്കാ അവകാശം? അല്ലാഹുവിന്റെ റസൂല് പെണ്ണേ നീ പള്ളിയിലേക്ക് പോകൽ ഹറാമാണെന്ന് എവിടെയാ പറഞ്ഞത്? പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ മുജാഹിദുകൾ പറയുമ്പോ ആളുകൾ കേട്ടുപോകൂലേ? അതുകൊണ്ട് കേട്ടുപോകരുത്, പോയി കൊടുക്കരുത്, സഹായിക്കരുത്. നിങ്ങൾ എത്ര പറഞ്ഞിട്ടെന്താ? ജനങ്ങൾ അതാ അവര് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരിയായ അർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചോളണം. ഇസ്ലാം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹുവിന്റെ റസൂലിലൂടെ നമുക്ക് കിട്ടിയ ദീനില്ലേ? ആ ദീൻ അതനുസരിച്ച് തന്നെ ജീവിച്ചോളണം. ഈ ഹാർമോണിയം വീട്ടുന്ന ഔലിയാക്കന്മാരുടെ ദീനല്ലേ ഇസ്ലാം? ഇസ്ലാമിൽ അങ്ങനെ സംഗീതം ഇല്ല. സംഗീതം എന്ന് പറഞ്ഞാൽ ഈ കൊട്ടും തട്ടും മുട്ടും കൊട്ടും കുരവയുമുള്ള സംഗീതം ഇസ്ലാമിലില്ല കേട്ടോ. അർത്ഥത്തിന് തെറ്റില്ലാത്ത പാട്ടൊരാൾക്ക് പാടാം, അത് വിരോധമില്ല. പക്ഷേ മ്യൂസിക്കിന്റെ ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങൾ ഉപയോഗിച്ച് തട്ടും മുട്ടും കൊട്ടും കുരവയും ഒക്കെയുള്ള പാട്ട് ഇസ്ലാമിൽ നിഷിദ്ധം തന്നെ. അത് പാടില്ലാത്തതാണ്. അത് മൊബൈലിലൂടെയാണെങ്കിലും കേട്ടുപോകണ്ട. എൻ്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങളുടെ മൊബൈലിൽ റിംഗ് ടോൺ ആയിട്ട് മ്യൂസിക് വേണ്ട. അത് നമുക്ക് കേൾക്കാൻ പറ്റിയതല്ല. വീടുകളിൽ അതാ ഉമ്മമാരോട് പറയട്ടെ, കൺട്രോൾ വേണം. TV വെച്ചുകൊണ്ട് നിങ്ങൾ സിനിമ കാണണ്ട, സീരിയൽ കാണണ്ട, പെണ്ണിന്റെ ഡാൻസ് കാണണ്ട, പാട്ട് കേൾക്കണ്ട, നാടകവും അതുപോലെ തന്നെയുള്ള മിമിക്സ് പരേഡും കേൾക്കണ്ട, തെമ്മാടിത്തങ്ങൾ കാണണ്ട, ആസ്വദിക്കണ്ട. കണ്ണ് റബ്ബ് തന്നതാണ് കേട്ടോ. ഈ കണ്ണിന്റെ കാഴ്ച റബ്ബ് ഉദ്ദേശിച്ചാൽ സെക്കൻഡ് കൊണ്ട് പിൻവലിക്കാൻ അല്ലാഹുവിന് എളുപ്പം തന്നെ. അതുകൊണ്ട് മുസ്ലിം വീടുകളിലെ മെമ്പർമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിം ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, നിങ്ങളുടെ വീടുകളിൽ ഈ പെട്ടിയുണ്ടോ? ഈ പെട്ടിയെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്കാവില്ലെങ്കിൽ അത് മുസീബത്താണ്. സിനിമ കാണാതെ, സീരിയൽ കാണാതെ പെണ്ണെ ഉറക്കമില്ല അല്ലേ? സഹോദര വിശ്രമമില്ല അല്ലേ? അതാ പലയിടത്തും നമ്മുടെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തേ കാരണം? ഒരു ഉമ്മ പറഞ്ഞു മോളോട്, മോളെ മഗ്‌രിബിന്റെ നേരത്ത് ഈ TV ഓണാക്കി സിനിമ കാണല്ലേ, നിസ്കരിക്ക് മോളെ എന്ന് ഉമ്മ പറഞ്ഞതിൽ മനം നൊന്ത് മാപ്പിളപ്പെണ്ണ് കയറിൽ കെട്ടി തൂങ്ങി ചത്തുപോയി എന്ന റിപ്പോർട്ടുകൾ കാണുമ്പോ ഈ ഉമ്മത്ത് നാണക്കേട് കൊണ്ട് തലകുനിച്ചിരിക്കേണ്ടുന്ന ഗതികേട് വരുന്നു. മുസ്ലിമേ, നമുക്ക് അരുതാത്തതെന്തിന് കാണണം? അരുതാത്തതെന്തിന് കേൾക്കണം? നമുക്ക് മുസ്ലിമായിട്ട് മരിക്കണ്ടേ? നമ്മുടെ വിവാഹങ്ങളിൽ അതാ പലപ്പോഴും കല്യാണത്തലേന്നതാ ഗാനമേള, കല്യാണത്തടേന്നതാ അണിഞ്ഞൊരുങ്ങി ആണും പെണ്ണും പാട്ടുപാടുന്നു, മദ്ദളമടിക്കുന്നു, മ്യൂസിക് അതാ ഹാർമോണിയം വെട്ടുന്നു, തബലയടിക്കുന്നു, ചെങ്ങല വലിക്കുന്നു. ഈ രൂപത്തിലുള്ള എല്ലാ സംഗീതോപകരണങ്ങളും താളമേളക്കൊഴുപ്പുകളും വെടിക്കെട്ടുകളുമൊക്കെ അല്ലാഹു നിഅമത്തായി തരുന്ന കല്യാണത്തിന്റെ മജ്‌ലിസിൽ ഹറാം തന്നെ.
മുസ്ലിമേ ചിന്തിച്ചോളണം. അതാ ഇറുകിയ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ്, ചുരിദാർ അതാ രണ്ട് സൈഡിലും വെട്ടുള്ള ചുരിദാർ ധരിപ്പിച്ചിട്ട് കാൽത്തുട വെളിവാക്കുന്ന പെണ്ണ് ഹറാമാണ് ചെയ്യുന്നതെന്നോർത്തോളണം. അള്ളാഹ്ക്ക് വെറുപ്പുള്ള വേഷം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ നരകമാണ്, സ്വർഗം കിട്ടില്ലെന്ന് മാത്രമല്ല വലാ യജിദിന റീഹഹാ, സ്വർഗത്തിന്റെ വാസന പോലും ആ പെണ്ണിന് ഹറാമാണ്. നന്നായി ചിന്തിച്ചോളണം. പുറത്തിറങ്ങുമ്പോൾ ടൈറ്റുള്ള വേഷം ധരിക്കണ്ട, ജീൻസ് ധരിച്ചിറങ്ങണ്ട, ടൈറ്റുള്ള ചുരിദാർ വേണ്ട, ലൂസുള്ള പർദ്ദ ധരിച്ചോ, ബോഡി ഷേപ്പ് പർദ്ദ വേണ്ട, മാറ് പ്രദർശിപ്പിക്കണ്ട, നിതംബം പ്രദർശിപ്പിക്കണ്ട, മറ്റുള്ളവരെ കൊതിപ്പിക്കുന്ന നടത്തം വേണ്ട. അത് ഇബ്ലീസിന്റെ വഴിയാണ്. റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ടോ, ബഹുമാനമുണ്ടോ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതിനെതിര് വേണ്ട. ഒരൊറ്റ പുരുഷനും അതാ ഇസ്ലാമികമായ മാർഗത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ തോന്നിവാസങ്ങളുടെ പിന്നാലെ പോകണ്ട. അതാ മൊബൈലുകളിൽ അതാ പല മ്യൂസിക്കുകളും അതാ മെസ്സേജുകളും പകരുന്നു, അശ്ലീല ചിത്രങ്ങൾ നെറ്റിലൂടെ കാണുന്നു, അനാവശ്യങ്ങൾ കണ്ട് രസിക്കുന്നു. അതാ പലരും പലരുടെയും പിറകെ ചാടിപ്പോകുന്നു. മുസ്ലിമേ, ഇസ്സത്തുള്ള മുസ്ലിമീങ്ങളോടാ പറയുന്നത്, അന്തസ്സുള്ള ഉമ്മമാരോടാ സംസാരിക്കുന്നത്, അന്തസ്സുള്ള ഉപ്പമാരോടാ സംസാരിക്കുന്നത്. നമ്മുടെ നേതാവ് വെറുത്ത ഒരു കാര്യം നമ്മുടെ വീട്ടിൽ വേണ്ട. നമ്മുടെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു കാര്യം ഇനി നമ്മുടെ വീട്ടിൽ വേണ്ട. ഏത് സമയത്തും മരിക്കാൻ ഒരുങ്ങിക്കൊള്ളണേ. എവിടെ വെച്ചാ മരിക്കുക എന്നറിയില്ലല്ലോ. മരിക്കുമ്പോ മുസ്ലിമായി മരിക്കണ്ടേ, ഈമാനോടെ മരിക്കണ്ടേ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ പേടിച്ചോളണം. വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകരുത്, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ ഭാഗ്യം കിട്ടുന്നത് എന്തൊരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാൻ കഴിയുക എന്നത് എന്തൊരു നല്ല കാര്യമാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറുകൾ നീ സന്തോഷത്തിലാക്കണേ നാഥാ. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുകയാണെങ്കിലും എവിടെ വെച്ച് മരിക്കും എന്ന് എനിക്കറിയില്ലല്ലോ, നിങ്ങൾക്കും അറിയില്ലല്ലോ. ഈ സാധുവായ ഞാൻ എൻ്റെ പ്രസംഗം നിർത്തിയിട്ട് എൻ്റെ വീട്ടിലെത്തുമോ എന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ ഷാർജയിലെത്തുമോ എന്ന് എനിക്കറിയില്ലല്ലോ, നിങ്ങൾക്കും അറിയില്ലല്ലോ. എവിടെ വെച്ച് മരിക്കുകയാണെങ്കിലും അല്ലാഹുവേ, തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, ഞങ്ങളെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. സാലിഹീങ്ങളുടെ കൂടെ ഞങ്ങളെ നീ ചേർക്കണേ അല്ലാ. ഇത് പ്രാർത്ഥിച്ച നേതാവ് യൂസുഫ് നബിയാണെന്ന് ഓർക്കണേ. നമ്മളൊക്കെ എത്രത്തോളം പ്രാർത്ഥിക്കണം എന്ന് ചിന്തിക്കണേ. മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത്. ടിവിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കെ മലക്കുൽ മൗത്ത് വന്നാൽ, മദ്യപിച്ചു കൊണ്ടിരിക്കെ മലക്കുൽ മൗത്ത് വന്നാൽ, വ്യഭിചരിച്ചു കൊണ്ടിരിക്കെ മലക്കുൽ മൗത്ത് വന്നാൽ, അശ്ലീല കാര്യങ്ങൾ കണ്ടും കേട്ടും രസിച്ചുകൊണ്ടിരിക്കെ മലക്കുൽ മൗത്ത് വന്നാൽ, ഗാനമേളയുടെ പാർട്ടിയിൽ പോയിരിക്കുന്ന നേരത്ത് മലക്കുൽ മൗത്ത് വന്നാൽ, അതേ മോശപ്പെട്ട വേഷം ധരിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണെ അന്നേരമെങ്ങാനും മലക്കുൽ മൗത്ത് പിടിച്ചാൽ റബ്ബേ, അതെന്തൊരു സങ്കടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഒരുങ്ങിക്കോളണം, മരണം വന്നെത്തുമെന്ന്. അതാ നമ്മുടെ ചെരുപ്പിന്റെ വാറടിയേക്കാൾ അടുത്താണ് മരണം. കുല്ലുംറിഇൻ മൂസ ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശറാക്കി നഅ്ലിഹി. അതാ നമ്മൾ നമ്മുടെ വീട്ടിൽ സുബഹിക്കതാ പ്രഭാതത്തിലാകുന്ന നേരത്തും മരണം നമ്മുടെ കൂടെ. നമ്മൾ കാലിലിട്ട ചെരുപ്പിനേക്കാൾ നമ്മോടടുത്ത് മരണം നിൽക്കുന്നു. എപ്പോൾ വിളിച്ചാലും പോകണ്ടേ പെങ്ങളെ, എപ്പോൾ വിളിച്ചാലും പോകണ്ടേ സഹോദരാ. റബ്ബിന് വെറുപ്പുള്ളത് ചെയ്യാൻ നമുക്കെന്ത് ധൈര്യമാണ്, എന്തുറപ്പാണുള്ളത്. റബ്ബേ, ഈമാനില്ലാത്ത മരണം എത്ര ഗൗരവമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോളണം, റബ്ബിനോട് തേടിക്കൊള്ളണം. ഒരു ഹറാമും കാണണ്ട, ഒരു ഹറാമും കേൾക്കണ്ട, ഒരു ഹറാമിന്റെ സദസ്സിലും പോയിരിക്കണ്ട.
റബ്ബിന് പൊരുത്തമുള്ളത് മാത്രം ചെയ്തുകൊണ്ട് വീട്ടിൽ ഖുർആൻ ഓതിക്കോ. ഖുർആൻ ഓതുന്ന വീട്ടിൽ നിന്ന് ശൈത്താൻ പുറത്താണ്. സമാധാനം വേണോ നിങ്ങളുടെ വീട്ടിൽ? ഖുർആൻ ഓതിക്കോ, ഖുർആൻ ഓതിക്കോ, ഖുർആൻ പഠിച്ചോ, അത് പഠിപ്പിച്ചോ, മക്കളെ വളർത്തിക്കോ, ഇസ്ലാമിന്റെ നിയമത്തിൽ വളർത്തിക്കോ. റബ്ബിന് പൊരുത്തപ്പെടുന്ന നിലക്ക് വളർത്തിയാൽ ഈ മക്കൾ നമുക്ക് വേണ്ടി നാളെ പരലോകത്ത് അതാ നമ്മുടെ മരണശേഷവും അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ നമുക്ക് എത്രമാത്രം പ്രതിഫലമാണ്. അതിന് നല്ല മക്കൾ വേണം, നല്ല മക്കളെ വളർത്തി ഉണ്ടാക്കണം. ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പ്രിയപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ് എനിക്ക് എന്നോടും നിങ്ങളോടുമൊക്കെ ഉണർത്താനുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ എല്ലാവരും പരിശ്രമിക്കണം എന്നതാണ് ഈ അവസരത്തിൽ ഉണർത്തുവാനുള്ളത്. സർവശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും ഇസ്ലാമികമായ നിലക്ക് ജീവിച്ച് അതേ രൂപത്തിൽ തന്നെ ഈ ലോകത്ത് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിക്കൊണ്ട് സന്തോഷകരമായ കാഴ്ചകൾ കണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറയുവാനുള്ള ഭാഗ്യം റബ്ബ് സുബ്ഹാനഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് പ്രതിസന്ധിയിലും റബ്ബ് നമുക്ക് സഹായിയായിട്ടുണ്ടാകട്ടെ. റബ്ബ് നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പരിപാടി അള്ളാഹു സുബ്ഹാനഹു വ തആല സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين والسلام عليكم ورحمة الله. اللهم صل على محمد وعلى آل محمد.